ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലംബിക്സ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ രണ്ട് ഡിസൈനുള്ള ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കിയാലോ. ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഹെയർ ബാൻഡ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ് അലിഗേറ്റർ ക്ലിപ്പ്, പിന്നെ പ്ലാസ്റ്റിക് ത്രെഡ്, ബീഡ്സ്, B7000 ഗ്ലൂ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു 18 സെൻറ്റിമീറ്ററോളം നീളം വരുന്നതായിട്ടാണ് അത് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് 4 ബീഡ്സാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. 4 mm ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ 4 ബീഡ്സ് ഇട്ടു. അതിനുശേഷം നമ്മൾ ഒരു സൈഡിലുള്ള ത്രെഡ് എടുത്ത് മറ്റേ സൈഡിലുള്ള ഒരു പേളിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം 2 ബീഡ്സാണ് ഒരു സൈഡിൽ ഇടേണ്ടത്. അടുത്ത സൈഡിൽ ഒരു ബീഡ് ഇട്ടാൽ മതി. ഓക്കെ, ഒരു ബീഡ് ഇട്ടിട്ട് നമ്മൾ ഒരു ബീഡ് ഇട്ടില്ലേ ആ സൈഡിലുള്ള ത്രെഡ് എടുത്ത് മറ്റേ സൈഡിലുള്ള ഒരു പേളിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി. അങ്ങനെ നമ്മൾ 5 ടൈംസാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ 4 ബീഡ്സാണ് ഇട്ടത്. പിന്നെ 3 ബീഡ്സ് വെച്ചിട്ട്, അതായത് ഒരു സൈഡ് 2 ബീഡ്, മറ്റേ സൈഡ് ഒരു ബീഡ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെയ്ത ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്ത അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്ത് 4.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ 5 ടൈംസ് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് തികയും. അപ്പം നമ്മളുടെ കയ്യിലുള്ള നമുക്ക് എത്ര സൈസാണോ വേണ്ടത് അപ്പോൾ അതനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ നോട്ടിട്ട് കൊടുക്കുക. ഇതേ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഹെഡ് ബാൻഡ്സിനും ചെയ്യാം. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ച് ചെയ്താൽ മതി. ആ വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ഹെയർ ബാൻഡ്സിൽ നമുക്ക് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ക്ലിപ്പിൽ വെക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. B7000 ഗ്ലൂ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത ഡിസൈനിലോട്ട് നമുക്ക് പോവാം. വയലറ്റ് കളർ നടുക്ക് വരുന്ന ഡിസൈൻ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ 3 ബീഡ്സാണ് നമ്മൾ വൈറ്റ് കളർ ബീഡ്സ് ഇട്ടിട്ട് 4ാമത്തെ ബീഡാണ് നമ്മൾ വയലറ്റ് ക്രിസ്റ്റൽ ആ ബീഡ് ഇടുന്നത് ഫസ്റ്റ്. ഓക്കെ, അപ്പം മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു ഭാഗത്തുള്ള ത്രെഡ് നമ്മൾ അടുത്ത ഭാഗത്ത് ഉള്ള ബീഡ്സിൻ്റെ അകത്തോട്ട് കയറ്റി ഇങ്ങനെ സർക്കിളായിട്ട് എടുക്കുക. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യം വൈറ്റ് ബീഡ് ഇടുക, ദെൻ ക്രിസ്റ്റൽ ബീഡ് ഇടുക ഫസ്റ്റ് ത്രെഡിൽ, ദെൻ അടുത്ത ത്രെഡിൽ നമ്മളുടെ വൈറ്റ് ബീഡ് തന്നെ ഇടുക. എന്നിട്ട് ആ വൈറ്റ് ബീഡ് ഒരെണ്ണം ഇട്ടില്ലേ അതിൻ്റെ ത്രെഡ് മറ്റേ ക്രിസ്റ്റൽ ബീഡിൻ്റെ അകത്തോട്ട് കയറ്റി റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളുടെ പ്രോസസ്സ് 5 ടൈംസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിലേ ഞാൻ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഈ കാണുന്ന എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ പുതിയ അടിപൊളി ഹെയർ ആക്സസറി ഡിസൈൻസ് ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ബൈ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.